ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى صدق الله مولانا الكريم. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠമായ സമയത്ത് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഇത്തിഖാഫിൻ്റെ നെയ്യത്തോടുകൂടെ നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അള്ളാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെയും ഇഷ്ടക്കാരുടെയും കുടുംബക്കാരുടെയും തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനാത്തുകളുടെ ഖബറുകളെ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവരിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുണ്യമായ ദിവസത്തിൽ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ ഈ നമ്മയും റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ജന്നാത്തിൻ അഴയിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ജീവിതം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയാത്ത അനിവാര്യമായ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഫറുൽ ഹയാത്തു ദുനിയ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, ദുനിയാവിലെ ജീവിതം, ഈ ഭൗതിക ജീവിതം സത്യനിഷേധികൾക്ക് ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഇത് പറയുന്നത് വെറുതെ അല്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ ജീവിതം ഒരു അലങ്കാരമല്ല, ഒരു സൗന്ദര്യമല്ല, ഭംഗിയുള്ളതുമല്ല. ഇത് കാഫിറുകൾക്ക്, സത്യനിഷേധികളായ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കുള്ള അലങ്കാരമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ നൈമിഷികമായ ഭൗതികമായ ജീവിതം അലങ്കാരമായി, പത്രാസായി, അഭിമാനമായി നമ്മൾ കാലാകാലം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നല്ല എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞാലും എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, അള്ളാഹു പറയുന്നത് ഈ ദുനിയാവിൻ്റെ ഭൗതികമായ താല്പര്യങ്ങളും അതിലെ ചരക്കുകളും അതിലെ സാമാനങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിയവരും കൊണ്ടോരും അതിൻ്റെ പിന്നാലെ പോയവരും മുഴുവൻ ചതിക്കപ്പെട്ടവരാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു തആല പറയുന്നത്. ആവശ്യമുള്ളത് വേണം. ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായത് കൂടാതെ കഴിയില്ല. അതിനുവേണ്ടി നമ്മൾ സമ്പാദിക്കണം, അധ്വാനിക്കണം, പാടുപെടും ഒക്കെ വേണം. പക്ഷെ എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? നമുക്ക് ബേസിക് നീഡ്സ്, അനിവാര്യമായി നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത അനിവാര്യമായ നമ്മുടെ ആവശ്യങ്ങളെ പറ്റി പരിശുദ്ധ ഖുർആനും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമൊക്കെ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലൈസ ബി ഇബ്നി ആദമ, മനുഷ്യന് ഇല്ല ഹഖുൻ ഫീ സിവാ ഹാദൽ ഖിസാലി, മൂന്ന് കാര്യങ്ങളിലല്ലാതെ ഭൂമി ലോകത്തെ ജീവിതത്തിൽ മനുഷ്യന് പ്രത്യേകിച്ച് അവകാശപ്പെടാനൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂല് പറയാം, ഈ മൂന്നെണ്ണം കൊണ്ട് തൃപ്തിപ്പെടാൻ മനുഷ്യന് കഴിയണം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ബൈത്തും യുസ്കിനുഹു, അവന് മറയ്ക്കുന്ന, അവന് തണൽ നൽകുന്ന, അവനെ ഇരുട്ടിൽ നിന്ന്, അവനെ വെയിലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, അവനെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, മഴയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ചെറിയ ഒരു വീട് അവനാവശ്യമാണ്. ആ വീട് അവന് കൂടാതെ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. അവന്റെ ബേസിക് നീഡ്സ് ആണ്, ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് അവന് താമസിക്കാൻ പറ്റുന്ന ചെറിയ ഒരു വീട് അവന് വേണ്ടതാണ്. രണ്ടാമതായി റസൂലുള്ളാഹി പറയുന്നു, സൗബുൻ യുവാരി ബിഹി ഔറത്തഹു, അവന്റെ ഔറത്ത് മറയ്ക്കാൻ പറ്റുന്ന ഒരു വസ്ത്രം. ആഡംബരത്തിന്റെ വസ്ത്രമല്ല, ആഡംബരത്തിന്റെ വീടല്ല, അവന്റെ ഔറത്ത് മറയ്ക്കാൻ പറ്റുന്ന, അവന്റെ കുറവുകളാകുന്ന, അവന്റെ ശരീരത്തിന്റെ വൈകല്യങ്ങൾ മറ്റുള്ളവർ കാണാതെ മറച്ചു വെക്കപ്പെടേണ്ടത് മറയ്ക്കാൻ പറ്റുന്ന ഒരു വസ്ത്രവും ഉണ്ടായാൽ
അതേപോലെ അവന്റെ പട്ടിണി വിശപ്പ് മാറ്റാൻ പറ്റുന്ന ഒരു റൊട്ടിയും അതിൻ്റെ ഒപ്പം കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളവും ഉണ്ടായാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഭക്ഷണമായി, പാർപ്പിടമായി, വസ്ത്രമായി. ഈ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഒരു മനുഷ്യന് അല്ലാഹു തആല അവന്റെ അവകാശം എന്ന നിലയ്ക്ക് അല്ലാഹു തആല വകവെച്ചു കൊടുത്തിരിക്കുന്നത് ഈ ലോകത്തെ സമ്പാദ്യത്തിൽ നിന്ന്. അതിലേറെ സമ്പാദിക്കുന്ന മുതലുകളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്, ഉത്തരവാദപ്പെട്ടവരാണ്. അതിലേറെ വരുമ്പോൾ അത് നാശവുമാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന. ആദം നബി അലൈഹിസ്സലാം തുടങ്ങി ലോകത്ത് ഇതുവരെ വന്ന എല്ലാ പ്രവാചകന്മാരുടെ സമുദായത്തെയും അല്ലാഹു തആല ഓരോ പരീക്ഷണങ്ങൾ കൊണ്ടാണ് പരീക്ഷിച്ചത്. അവർക്ക് പലവിധ പരീക്ഷണങ്ങൾ ഓരോ സമുദായത്തിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ എൻ്റെ സമുദായത്തിലെ ഫിത്നത്തു ഉമ്മത്തി, എൻ്റെ സമുദായത്തിന്റെ നാശം അൽ മാലു, അത് മുതലാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. സമ്പത്താണ്. സമ്പത്തില്ലായ്മയല്ല, ദാരിദ്ര്യമാണ്. പഴയകാല പല സമൂഹങ്ങളെയും അല്ലാഹു തആല പരീക്ഷിച്ചത് ദാരിദ്ര്യം കൊണ്ടാണ്. നമ്മൾ ഇന്ന് ദാരിദ്ര്യമല്ല നമുക്ക് പ്രശ്നം. നമ്മുടെ ഈ സമുദായത്തെ അല്ലാഹു തആല പരീക്ഷിക്കുന്നത് സമ്പത്ത് കൊണ്ടാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്നത് കാണാം. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഹനഫി മദ്ഹബുകാരനായ പ്രമുഖ മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതരായ മഹാനായ മുല്ല അലിയിൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് തന്റെ മിസ്കാത്ത് എന്ന് പറയുന്ന മിഷ്കാത്ത്, സ്വഹീഹുൽ മിഷ്കാത്തിന്റെ വ്യാഖ്യാനത്തില് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാം. ഇന്ന് അല്ലാഹു മഅന, ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നി അഖാഫു അലൈക്കും അന്ന കസ്റത അംബാലിക്കും, ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നത് നിങ്ങൾക്ക് മുതൽ അധികരിച്ചു പോകുമെന്നതാണ് ഞാൻ പേടിക്കുന്നത്. ആ മുതൽ അധികരിച്ചാൽ തന്നൗക്കും, ആ മുതൽ നിങ്ങളെ തടയും. അഅ്മാലി സ്വാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ആ മുതലുകൾ നിങ്ങൾക്ക് തടസ്സമായി വരും. ആ മുതലുകൾ നിങ്ങളെ ജോലിയാക്കും. അനിൽ ഉലൂമിൻ നാഫിയ, നാഫിയായ ഉപകാരപ്രദമായ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ദീനിന്റെ ജീവനായ ഇൽമു പഠിക്കലിനെ തൊട്ട് നിങ്ങളെ ജോലിയാക്കും. ആ ഇൽമു പഠിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇൽമു പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങളത് നഷ്ടപ്പെടുത്തും. നമുക്കറിയാലോ, പഠിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മുടെ കയ്യിലൊക്കെ അത്യാവശ്യം ഇൽമുണ്ട്, നിറഞ്ഞിരിക്കുക. എല്ലാവരും ഇൽമ കൊണ്ട് നിറഞ്ഞവരാ. അത് പറയാൻ അവസരം കിട്ടാതെ, വേദി കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്, വീർപ്പുമുട്ടുകയാണ് പല ആളുകളും. സത്യത്തിൽ നമ്മൾ പടുജാഹിലുകളാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അറിയില്ല എന്ന അറിവില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ പ്രസംഗം കേൾക്കാൻ ആളുണ്ടാകൂല, ഇൽമ പഠിക്കാൻ ആളുണ്ടാകൂല, വായിക്കാൻ ആളുണ്ടാകൂല. ദീനീപരമായ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത വിധം നാഫിയായ ഉപകാരപ്രദമായ ഇൽമുകളെ തൊട്ട് ആ സമ്പത്ത് നിങ്ങളെ ജോലിയാക്കും. നിങ്ങളുടെ കച്ചവടവും നിങ്ങളുടെ കൃഷിയും നിങ്ങളുടെ മുതലുകളും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നാഫിയായ ഇൽമിനെ തൊട്ട് നിങ്ങളെ തടയും. അതേപോലെ തന്നെ ആ മുതല് സമ്പത്ത് നിങ്ങളിൽ ഉണ്ടാകുമ്പോ നിങ്ങളിൽ ചീഞ്ഞ സ്വഭാവങ്ങള്, താഴ്ന്ന സ്വഭാവങ്ങള്, സ്വഭാവ ദൂഷ്യങ്ങള്, തക്കപ്പുരി അഹങ്കാരത്തിനാലും വൽ ഉജ്ബി പൊങ്ങച്ചത്തിനാലും വൽ ഉറൂരി വഞ്ചനയും ചതിയുമാലും വമഹബ്ബത്തിൽ മാലി വൽ ജാഹി മുതല് ഇഷ്ടപ്പെടുക, അതേപോലെ സ്ഥാനമാനങ്ങൾ, ലക്സറി നീഡ്സുകള് അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സുകള് നിങ്ങളെ വലയം ചെയ്യാൻ തുടങ്ങും. മുതലുണ്ടായാലുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് ഈ സമുദായത്തിന്റെ നാശം സമ്പത്താണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയാനുണ്ടായ കാരണവും അത് തന്നെയാണ്. അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മുടെ ബേസിക് നീഡ്സ് ആയ അടിസ്ഥാന ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്ന പൊതുവെ പ്രാഥമികമായ ആവശ്യത്തിൽ നിന്ന് അത് അധികരിപ്പിക്കാനുള്ള മോഹം,
വസ്ത്രമുണ്ടായാൽ പോരാ, ഔറത്ത് മറയ്ക്കുന്ന വസ്ത്രം കിട്ടിയാൽ പോരാ, അത് 10,000 അല്ലെങ്കിൽ അതിലേറെയോ വിലയുള്ള വസ്ത്രമാണെങ്കിൽ അങ്ങനെയാവണം. ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. പിന്നെയോ അവനവന് കടന്നുറങ്ങാൻ പറ്റുന്ന, അവനവന്റെ നിലവാരത്തിൽ പറ്റുന്ന ഒരു വീടുണ്ടായാൽ പോരാ, ആ വീട് ഈ നാട്ടിൽ ആർക്കും ഇല്ലാത്ത വീടാവണം. അതിനേക്കാളൊക്കെ വലിയ വീടാകണം എന്റെ വീട്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും, എല്ലാ യന്ത്രങ്ങളും, എല്ലാ സൗകര്യങ്ങളും, എല്ലാ വീട്ടുപകരണങ്ങളും എന്റെ വീട്ടിൽ ഉണ്ടാവണം എന്ന ചിന്ത അവന് കടന്നു വരും. വൽ ജാഹി, അതേപോലെ ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്ഥാനത്തില്ലാതിരുന്നാൽ മോശല്ലേ? അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനം വേണം. ആളുകൾക്കിടയിൽ ഞാനാണ് വലിയ ആള്, ഞാനാണ് മെമ്പർ, അല്ലെങ്കിൽ ഞാനാണ് MLA, അല്ലെങ്കിൽ ഞാനാണ് MP, അല്ലെങ്കിൽ ഞാനാണ് വേറെന്തോ എന്നൊക്കെയുള്ള ആ നിലപാടിലേക്ക്, സ്ഥാനമാനങ്ങളിലേക്ക് അവൻ പോകും. ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്ന്, ദുനിയാവിന്റെ ഭൗതികമായ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതിലേക്ക് അവന്റെ മനസ്സ് ചാഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോ മരിക്കണമെന്ന ചിന്ത നമുക്കുണ്ടാവില്ല. മരിക്കേണ്ടി വരും, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ എന്ന മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് കഴിയില്ല. അതിന്റെ ശേഷമുള്ള ജീവിതം, ബർസഖിയായ ജീവിതം, ഖബർ ജീവിതം, അതിൽ നരക ജീവിതം, അതിനെ പറ്റിയൊന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ അവന്റെ സമ്പത്ത് അവനെ അനുവദിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി തങ്ങള് ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് മഹാനായ മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് തന്റെ മിർകാത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നമുക്ക് വരുമാനം വേണം, സമ്പത്ത് വേണം. പക്ഷെ നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്ത് ഏത് മാർഗത്തിലാണ് ചെലവായി പോകുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമുക്ക് അള്ളാഹു സമ്പത്ത് തരുന്നുണ്ട്, പക്ഷെ അത് വേണ്ട വിധത്തിലാണോ, അള്ളാഹു പൊരുത്തപ്പെടുന്ന വിധത്തിലാണോ, അതല്ല നമ്മിൽ നിന്ന് വേണ്ടാത്ത മാർഗത്തിലേക്ക് ചോർന്നു പോകുകയാണോ എന്ന് നമ്മളൊക്കെ ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, അന്നഫഖത്തു കുല്ലുഹാ ഫീ സബീലില്ലാഹ്. നീ സമ്പാദിച്ചിട്ട് നീ എന്ത് ചെലവഴിച്ചാലും അതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവ് കൊടുത്താലും, അതേപോലെ തന്നെ നീ ഭക്ഷണം കഴിച്ചാലും, നീ വസ്ത്രം ധരിച്ചാലും, അതുപോലെ നീ ചെലവഴിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. പക്ഷേ ഒറ്റ കാര്യം ഒഴികെ, അള്ളാഹുവിന്റെ റസൂല് പറയാം, അതിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരിക്കലും അള്ളാഹിന്റെ മാർഗത്തിലാകൂല, അതിന് കൂലി കിട്ടൂല. അപ്പൊ നമ്മൾ അതിന് മാത്രമേ ഇപ്പൊ ചെലവഴിക്കാറുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പറയാൻ പോകുന്ന കാര്യം അതാണ്. ഇത് ഒരു ഹദീസിലല്ല, ഒരുപാട് ഹദീസുകളിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് കാണാം. ഇല്ലൽ ബിനാൽ ഫലാ ഖൈറ ഫീഹി. നീ വീടുണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന, കട്ടടങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന നിന്റെ ബിനാൽ, ഖിയാമത്തിന്റെ അടയാളമായിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു വാക്കുണ്ട്. അൻതറൽ ഹുഫാത്തൽ ആലത റിയാസായി യതതാവലൂന ബിൽ ബുനിയാൻ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആട് മേച്ച് നടന്നിരുന്ന, പട്ടിണി പാവങ്ങളായിരുന്ന, കാലിൽ ചെരുപ്പില്ലാതിരുന്ന, ഉടുക്കാൻ വസ്ത്രമില്ലായിരുന്ന, ദരിദ്ര പേക്കോലങ്ങളായിരുന്ന ആളുകൾ യതതാവലൂന ബിൽ ബുനിയാൻ, അവര് കെട്ടിടങ്ങൾ നീട്ടി 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 അങ്ങനെ എടുക്കുന്ന ഒരു കാലം വരും. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു വീടെടുത്താൽ പോരാ, ആ വീട് പിന്നെയും നീട്ടി അപ്പുറം ഇപ്പുറം, തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഒക്കെ നീട്ടി നീട്ടി നീട്ടിയിട്ട് മേലേക്ക് എത്ര പൊക്കാൻ പറ്റുമോ അത്ര പൊക്കിയിട്ടത് നീട്ടുകയാണ്. കിട്ടുന്ന വരുമാനം മുഴുവൻ ആ ബിനായിന് വേണ്ടി, എടുപ്പിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരവസ്ഥ ഒരു മനുഷ്യനുണ്ടായാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഫലാ ഖൈറ ഫീഹി. അതിന് മാത്രം കൂലി കിട്ടൂല. അത് നിന്റെ പ്രാഥമികമായ ആവശ്യത്തിന് വേണ്ടിയുള്ളതിൽ ഒതുങ്ങണം. നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും നിന്റെ കുടുംബത്തിന് തലചായ്ക്കാൻ ഒരു ഇടം, അത് പൗറിന് വേണ്ടിയല്ല, പത്രാത്തിന് വേണ്ടിയല്ല, അലങ്കാരത്തിന് വേണ്ടിയല്ല, നാലാളെ കാണിക്കാൻ വേണ്ടിയല്ല. നിനക്ക് കടന്നുറങ്ങാൻ മാലാബുദ്ധ കൂടാതെ കഴിയാത്തതാണെങ്കിൽ അതിനെ അല്ലാഹു തആല നമുക്ക് അനുവാദം നൽകുന്നുള്ളൂ. മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മാ അൻഫഖ മുഅ്മിനുൻ മിൻ നഫഖത്തിൻ. ഒരു സത്യവിശ്വാസിയും ഒരു മുഅ്മിനും ഒന്നും ചെലവഴിക്കൂല ഇല്ലാ ഉജിറ ഫീഹ, അവന് കൂലി കിട്ടിയിട്ടല്ലാതെ. നമ്മൾ എന്ത് ചെലവാക്കിയാലും കൂലി കിട്ടും.
ഭാര്യയ്ക്ക് മക്കൾക്ക് ചെലവ് കൊടുത്താലും അല്ലാണ്ട് റസൂല് പറഞ്ഞു, നിന്റെ ഭാര്യയുടെ വായിൽ നീ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ കഷ്ണം പോലും അത് നിനക്ക് കൂലി കിട്ടുന്നതാണ് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു. പക്ഷേ എല്ലാത്തിനും കൂലി കിട്ടുമെങ്കിലും ഈ മണ്ണിൽ ചെലവാക്കുന്ന, മണ്ണിലും വെള്ളത്തിലുമാക്കി നീ ചെലവഴിക്കുന്ന ഇതിന് മാത്രം കൂലി കിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിക്കുന്ന ഹദീസ് ഇബ്നു മാജയും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. അപ്പൊ നമ്മുടെ ചെലവ്, നമ്മുടെ വരുമാനത്തിൽ ഇന്ന് 90% ആ വഴിക്കാ പോകുന്നത്. നമ്മൾ ചെലവാക്കുകയാണ്. അതിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ നമ്മുടെ വീടിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്നു. സിമന്റിനും മണ്ണിനും അല്ലെങ്കിൽ വെള്ളത്തിനും ഒക്കെയായി നമ്മൾ ചെലവഴിക്കുന്ന ഈ ചെലവുകൾ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി മദീന പള്ളിയിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ അപ്പോഴാണ് ഉയർന്നു നിൽക്കുന്ന ഒരു കുബ്ബ അള്ളാഹുവിന്റെ പ്രവാചകർ കണ്ടത്. വലിയൊരു കെട്ടിടം അള്ളാന്റെ റസൂല് കണ്ടു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാ ഹാദി, ഇതെന്താ സാധനം, ഇതെന്താണ് ഈ ഉയർന്നു നിൽക്കുന്ന കെട്ടിടം, എന്താണ്? അപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സഹാബാക്കൾ പറഞ്ഞു, ഹാദാലി ഫുലാനി അൻസാരി, അൻസാരികൾപ്പെട്ട ഇന്നയാളുടെ വീടാണത്, അയാൾ പുതുതായി ഉണ്ടാക്കുന്ന വീടാണത് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് സഹാബാക്കൾ പറഞ്ഞു. ഫസക്കത്ത, റസൂലുള്ളാഹി തങ്ങൾ ഒന്നും മുണ്ടിയില്ല. മനസ്സിൽ അത് റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടു നടന്നു. ഏതായാലും അങ്ങനെ ആ വീടിന്റെ ഉടമ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളോട് ഈ സ്വഹാബി വന്നിട്ട് സലാം പറഞ്ഞപ്പോ റസൂലുള്ളാഹി സലാം മടക്കിയില്ല എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂല് അയാളെ തൊട്ട് തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് സ്വനാദാലിക്ക മിറാറൻ, ഇയാള് വീണ്ടും വന്ന് റസൂലുള്ളാഹി തങ്ങളോട് സലാം പറഞ്ഞു. അപ്പോഴും അല്ലാഹുവിന്റെ റസൂല് സലാം മടക്കാതെ തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. പല പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോ ആ സ്വഹാബിക്ക് മനസ്സിലായി, എന്തോ തെറ്റ് എന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്നിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങള് തിരിഞ്ഞു കളയുന്നത് എന്ന് മഹാനവറുകൾക്ക് മനസ്സിലായപ്പോ ആ അൻസാരി മറ്റു സഹാബാക്കളോട് എന്ന് പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് റസൂലുള്ളാഹി സലാം മടക്കാത്തതും എന്റെ മുഖത്ത് നോക്കാതെ റസൂലുള്ളാഹി തിരിഞ്ഞു കളയുന്നതും ഞാൻ എന്ത് പാപം ചെയ്തതിന്റെ പേരിലാണ് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു കൊടുത്തു, ഖറജ ഫറആ ഖുബ്ബതക, ഞങ്ങൾ ഒരു ദിവസം നടക്കാൻ ഇറങ്ങിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ നീ പുതുതായി പടുത്തുയർത്തുന്ന നിന്റെ ഉയർന്ന കൊട്ടാരം റസൂലുള്ളാഹി തങ്ങൾ കണ്ടു എന്ന് സഹാബാക്കൾ പറഞ്ഞു കൊടുത്തപ്പോ ഫറജാർ റജുലു ഇലാ ഖുബ്ബതി, അയാളുടെ പുതിയ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുകയും മുമ്പ് ഭൂമി എങ്ങനെ കിടന്നിരുന്നുവോ അതേപോലെ ആ കെട്ടിടം തകർത്ത് ആ ഭൂമി നിരപ്പാക്കിയതിന്റെ ശേഷം അദ്ദേഹം വീണ്ടും റസൂലുള്ളാഹി തങ്ങളിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാതയോമി, പിന്നീട് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകർ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഫലം യറഹ, ആ കെട്ടിടം അവിടെ കണ്ടില്ല, ആ കെട്ടിടം തകർക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാ ഫുഇലത്തിൽ ഖുബ്ബത്തു, ഈ ഉയർന്ന കെട്ടിടം, ഈ കുബ്ബ എന്താണ് ചെയ്യപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി തങ്ങള് സ്വഹാബാക്കളോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഷക്കായിലൈനാ സാഹിബുഹാ ഇഗ്റാലക, നബിയെ നിങ്ങൾ അയാളോട് സലാം അടക്കുന്നില്ല, നിങ്ങൾ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, അയാളെ തൊട്ട് താങ്കൾ തിരിഞ്ഞു കളയുകയാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് പരാതി പറഞ്ഞപ്പോ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, റസൂലുള്ളാഹി അന്ന് ഞങ്ങളോട് അത് ആരുടെ കെട്ടിടമാണെന്ന് ചോദിച്ചിരുന്നു എന്ന്
ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ഫഹദമഹ, അതിന്റെ ഉടമ തന്നെ അത് തകർത്തതാണ് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബാക്കൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അമാ അറിയണേ, ഇന്ന കുല്ല ബിനായിൻ, എല്ലാ എടുപ്പുകളും, നമ്മൾ പടുത്തുയർത്തുന്ന എന്ത് കെട്ടിടങ്ങളാവട്ടെ, ഏത് ചുമരുകളാവട്ടെ, എന്താവട്ടെ, വബാലുനല സ്വാഹിബിഹി, അതൊക്കെ അതിന്റെ ഉടമയ്ക്ക് നാശമാണ്. അത് നേട്ടമല്ല, അത് ശാപമാണ്, അത് നാശമാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇല്ല മാല, ഇല്ല മാല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ കൂടാതെ കഴിയാതെ വരുന്ന ഒന്നല്ലാതെ, മാലാ ബുദ്ധ മിൻഹു, അതില്ലാതെ അവന്റെ ഭാര്യയ്ക്കും മക്കൾക്കും സമാധാനത്തോടൊക്കെ കടന്നുറങ്ങാൻ കഴിയാത്തൊരു വീട്, അവന്റെ കുടുംബത്തിന് സമാധാനം നൽകുന്ന, സുരക്ഷിതത്വം നൽകുന്ന, വെയിലിലും മഴയിൽ നിന്നും തടയുന്ന ഒരു വീട്, അത് കഴിച്ച് എത്രയൊക്കെ അവൻ അതിനു വേണ്ടി ചെലവഴിക്കുന്നുവോ അത് മുഴുവൻ അനാമത്താണ്, അത് നഷ്ടപ്പെടുന്നതാണ്, അത് കൂലിയില്ലാത്തതാണ്, അത് അവന് നാശമാണ്. ആഖിറത്തിൽ അത് അവനെ തിരിഞ്ഞു കൊത്തുക തന്നെ ചെയ്യുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ, നമ്മൾ ചെലവഴിക്കുന്നത് എന്തിന് എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ബർക്കത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ പഠിക്കണം. എങ്ങനെങ്കിലുമൊക്കെ സമ്പാദിക്കുക, എന്തിനെങ്കിലുമൊക്കെ ചെലവാക്കുക എന്നത് നമ്മളെ നരകത്തിലേക്ക് കൂട്ടുന്ന പാപമായി മാറും. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫഅമ്മാമൻ ത്വഗ വആസറൽ ഹയാത്തദ് ദുനിയ, അതിന് വിട്ട് പ്രവർത്തിക്കുകയും അതിക്രമങ്ങൾക്ക് മുതിരുകയും ദുനിയാവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്ത മനുഷ്യൻ ഭൗതിക ലോകത്തിലെ പ്രതിപത്തികളിൽ ആവേശഭരിതനാവുകയും അതാണ് ജീവിതം എന്ന നിലയ്ക്ക് അതിൽ ആകൃഷ്ടനാകുകയും അതിൽ കൊണ്ടുപോകുകയും ചെയ്താൽ ഫൈനൽ ജഹീമ ഹിയൽ മഅ്വാ, അവന്റെ അഭയസ്ഥാനം നരകമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ സമ്പാദിക്കണം, പക്ഷെ ആ സമ്പാദ്യം ദുനിയാവിലും ആഖിറത്തിലും നേട്ടമില്ലാത്ത വിധം നഷ്ടപ്പെട്ടു പോയിക്കൂടാ. അത് നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ തിന്നാനുള്ളതാണ്, അവർക്ക് ജീവിക്കാനുള്ളതാണ്. അതിൻ്റെ അപ്പുറം നമ്മൾ വെറുതെ മണ്ണിലും വെള്ളത്തിലുമായി കളക്കിക്കളയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. ആഡംബരം അല്ലെങ്കിൽ ലക്ഷറി നീഡ്സ് എന്നൊക്കെ പറയുന്ന ദൂർത്തിലേക്കാണ് നമ്മുടെ മുതലിലെ ബഹുഭൂരിഭാഗവും ഇന്ന് നമ്മൾ ചെലവഴിക്കപ്പെടുന്നത്. ആവശ്യമില്ലാത്ത ആഡംബരത്തിന് വേണ്ടി, ആരെയോ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന, കാട്ടിക്കൂട്ടുന്ന ഇത്തരം വസ്ത്രമാവട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവട്ടെ, എന്തുമാവാം. ഓരോരുത്തർക്ക് ഓരോ ഭ്രാന്തുകളാണ്. അൽ ജുനൂനു ഫുനൂനു എന്ന് പറഞ്ഞ പോലെ പലതരം ഭ്രാന്തുകൾ, പലരും പലതിനും വേണ്ടി അനാവശ്യമായി ചെലവഴിക്കപ്പെടുന്നു. ഈ അവസ്ഥ നമ്മൾ മാറ്റിയെടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹലാലായ മുതൽ സമ്പാദിക്കാനും അത് അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ തന്നെ